ഈ ലോകത്ത് നിന്നും അവസാന യാത്രയിൽ മണ്ണിലേക്ക് വെച്ച് തിരിച്ചു പോരുമ്പോ ആ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് കയ്യിലെന്ന് നമ്മൾ ആലോചിക്കണം. നിർഭയത്വത്തിന്റെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പടച്ച റബ്ബിന്റെ ഖബറെന്ന മഹാ അനുഗ്രഹമാണോ വേദനയും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന ശിക്ഷകളുമാണോ എന്നെയും നിങ്ങളെയും കാത്തുവെച്ചത് എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ടായിരുന്നു ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിൽ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്തുകിട്ടിയെന്നതിന്റെ അല്പ ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ സുബ്ഹി നിസ്കരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒറ്റക്ക് കരയാ. വിങ്ങിപ്പൊട്ടി കരയുന്ന അദ്ദേഹത്തിന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചിട്ട് സഹാബാക്കൾ ചോദിക്കും, ഉമർ താങ്കൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് പറയുന്നതിന്റെ മുൻപ് ആരാണ് ഉമർ എന്ന് നമ്മൾ അറിയണം. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലെ തെരുവിലൂടെ നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി പറയുന്നുണ്ട്, വബാബുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ വാതിലാണ് ഉമർ. ഉമർ തകർക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാം നശിച്ചു തുടങ്ങും. ഇസ്ലാമിലേക്ക് സർവ്വ ചണ്ടികളും കയറി വരും. ഭരണമേറ്റെടുത്ത അന്ന് മുതൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയുമെന്ന് പേടിച്ച് രാത്രികാലങ്ങളിൽ തന്റെ ഖജനാവിലെ ഗോതമ്പ് ചാക്ക് തോളിലെടുത്ത് മക്കയിലെ മദീനയിലെ പ്രാന്ത പ്രദേശങ്ങളിലെ സാധുക്കളായ സഹാബാക്കൾക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ കണ്ണുകളിലുള്ള കണ്ണുനീര് തുടച്ച മഹാനായ അമീറുന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ വെച്ച് വീണ്ടും ഒരിക്കൽ പറഞ്ഞു, ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ, നീ എങ്ങാനും ഒരു പാതയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ മടിക്കും ഉമർ. അത്രക്ക് ഭയപ്പെടുന്നുണ്ട് ഉമറേ നിന്നെ എന്ന് ലോകത്തിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ച ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണത്തിന്റെ തൊട്ടു മുൻപ് മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും അടക്കം 21 രാജ്യങ്ങളെ 21 പ്രവിശ്യകളെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ച് ദ അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി അമീറുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ തോളത്ത് കൈപിടിച്ച സഹാബത്തിനോട് കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞ മറുപടി, സഹാബത്തെ, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം അള്ളാഹു ഉമറിന് തരാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഒരു ഇടം, ആ ഇടം കിട്ടാൻ വേണ്ടിയാണ് സഹാബത്തെ ഞാൻ കരയുന്നത്. ഇത്രമാത്രം സങ്കടത്തോടെയാണ് സഹാബാക്കൾ തിരിച്ചു പോയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ജീവിതത്തിന്റെ അവസാന സെക്കൻഡുകളിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം, ഒരു നല്ല വിശ്വാസം, ഇതിലേതുകൊണ്ടാ പടച്ച റബ്ബിന്റെ മുൻപിൽ നമ്മൾ നെഞ്ചും പിരിച്ച് സമാധാനത്തോടെ നിൽക്കുക എന്നാലോചിക്കണം. അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ, ഒരുപാട് പ്രായം ജീവിക്കാൻ അവസരം കിട്ടിയവരല്ല. ഇന്ന് ചില വാപ്പാരോടൊക്കെ ചോദിക്കും എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ചില വാപ്പയുമ്മയൊക്കെ പറയും, അൽഹംദുലില്ലാ 75 വയസ്സായി, 4 മക്കളുള്ളതിനെയൊക്കെ കെട്ടിച്ചു, പേരക്കുട്ടികളായി, പേരക്കുട്ടിക്ക് വീടായി, മൂത്തോന്റെ മക്കളാണ് കഴിഞ്ഞ SSLCക്ക് ഇത്ര റാങ്ക് വാങ്ങിയത്, ഇട്ട ഡിഗ്രി വാങ്ങിയത്, ഇതൊക്കെ തന്നെ പോരെ, പടച്ചോൻ ഇത്രയും നീട്ടിത്തന്നില്ലേ, ഇതൊക്കെ വലിയ കിട്ടലല്ലേ എന്ന് ചോദിക്കുന്ന ചിന്തിക്കുന്ന മാതാപിതാക്കളെ, വയസ്സ് കൂടുതൽ കിട്ടലല്ല പുണ്യം. തന്റെ പ്രായത്തിനനുസരിച്ച് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കർമ്മങ്ങൾ ഉണ്ടാവണം, അമലുകൾ ഉണ്ടാവണം. എന്റെ ആയുസ് നീട്ടിത്തന്ന റബ്ബിനോട് എനിക്കുള്ള ബാധ്യത എന്റെ ആയുസിന്റെ വലുപ്പത്തിനനുസരിച്ച് എനിക്കെന്റെ റബ്ബിന്റെ മുൻപിൽ എന്റെ ചോദ്യം എളുപ്പമാക്കണം. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം കൊണ്ട് എത്ര നമുക്ക് അള്ളാന്റെ കോടതിയിലേക്ക് സമ്പാദിക്കാൻ പറ്റി എന്ന ചിന്തയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതേ ഉള്ളൂ കൂടെ, അതേ ഉണ്ടാകൂ കൂടെ. പലപ്പോഴും ഞാൻ എന്റെ പ്രസംഗത്ത് പറയാറുണ്ട്, ഈ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ പലർക്കും ആരും അറിയാതെ കൊണ്ടുവെക്കുന്ന ബാങ്ക് ബാലൻസുകൾ ഉണ്ടാവും. പലർക്കും റോഡ് വക്കിലും അല്ലാതെയും വാങ്ങിക്കൂട്ടിയ 10ഉം 20ഉം 50ഉം സെന്റുകൾ സ്ഥലമുണ്ടാകും. ഈ ഇരിക്കുന്ന മാതാക്കളിൽ പലർക്കും രഹസ്യമായി ബാങ്ക് ലോക്കറുകളിൽ വെച്ച സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവും. ഉമ്മമാരെ, നാളെ മറ്റന്നാൾ മരിച്ചു കിടക്കുമ്പോ അയച്ചെടുക്കാൻ പറ്റുന്ന സർവ്വതും നിങ്ങളെ ശരീരത്തിൽ നിന്നും അയച്ചെടുക്കും. മോഹിച്ചു വാങ്ങിയ വളകൾ,
ഊരിയാൽ കിട്ടാത്ത മോതിരങ്ങൾ തന്റെ കഴുത്തിലും കാലിലും തന്റെ അരയിലുമടക്കം, എന്തിനേറെ ചെവിയുടെ മുകളിലേക്ക് ചിറ്റാക്കി കുത്തപ്പെട്ട 6ഉം 7ഉം ചിറ്റിന്റെ കുത്തുകളാണെങ്കിൽ പോലും ഒരു കാത്തരി പൊന്നുപോലും നിങ്ങളെ ശരീരത്തിൽ ചേർത്ത് വെക്കാതെയാ 6 അടി മണ്ണ് കൊണ്ടുവച്ച് പടച്ചോന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ യാത്ര എത്ര മനോഹരമാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പാദിക്കാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിലേക്ക് ദഅവത്തിന് അയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. എന്റെ വാക്ക് കേൾക്കുന്ന ചെറുപ്പക്കാരോടും കൂടിയാ. ഇന്ന് ആധുനികത ലിബറലിസം തലക്ക് പിടിച്ച് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ ഹുദവി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലുമൊക്കെ ആണത്തമായി തെറ്റിദ്ധരിക്കുന്ന നവലിബറൽ ആൺമക്കളോടും പെൺമക്കളോടും ഇക്കഴിഞ്ഞ വർഷത്തെ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കുടിച്ചു കൂത്താടിക്കടന്നവരിൽ ഭൂരിഭാഗവും 15 വയസ്സിന്റെയും 25 വയസ്സിന്റെയും ഇടയിലുള്ള പെൺമക്കളാണെന്ന് ആധുനിക കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, പെണ്ണിനെയും ആണാണിനെയും കെട്ടുന്ന ആധുനിക ഗേസെക്സിന്റെ വിപ്ലവത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ നിരീശ്വരവാദ ലിബറലുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, ലോകത്തേറ്റവും നല്ല മാറ്റം, ആ മാറ്റം വരുത്തിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. ദിവസം 3 നേരം വസ്ത്രം മാറ്റിയ സുഹാബി. തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം, ആ മണം കേൾക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി മക്കയിലെ തെരുവിൽ 100 കണക്കിന് സ്ത്രീകൾ കാത്തിരുന്നു. ഇസ്ലാമിലേക്ക് കയറി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ളത് അന്നുമ്മാന്റെ അരികിൽ നിന്നും പോരുമ്പം എടുത്ത ഉടുതുണ്ട് മാത്രമായിരുന്നു. ആ ഉടുമുണ്ടല്ലാത്തതൊന്നും മരിക്കുന്നത് വരെ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതുകൊണ്ട് അവസാനം മരിച്ചു കിടക്കുമ്പം ആ ഉടുമുണ്ടഴിച്ച ശരീരം മറയ്ക്കാൻ നോക്കുമ്പം സഹാബാക്കൾ കരഞ്ഞ്, തലമറയ്ക്കുമ്പം കാലുമറയാത്ത, കാലുമറയ്ക്കുമ്പം തലമറയാത്ത ആ ഉടുമുണ്ടിന്റെ ഭാഗം കണ്ട് സഹാബത്ത് കരയുമ്പോ ബാക്കി ഭാഗം പുല്ലുവെച്ച് ലോകത്ത് ആദ്യമായി മറമാടപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട സുഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിലേക്ക് വന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അയക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് പഠിപ്പിക്കാനും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനും. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോ മദീനയിലുള്ള കുറെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ടൊരു തീരുമാനമെടുത്തു. വന്ന മുഹമ്മദിന്റെ അനുയായി മിസ്അബിനെ മദീനയിൽ വെച്ച് കൊല്ലണം, അതും പെട്ടെന്ന് കൊല്ലണം. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്തൊരു വാടക കൊലയാളിയായിരുന്നു സഅദ് എന്ന റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ. സഅദ് ബിൻ മുആദിനെ ചെന്ന് കണ്ടിട്ട് മദീനക്കാർ പറഞ്ഞു, സഅദേ, നീ ആ മിസ്അബിനെ ഒറ്റയടിക്ക് കൊല്ലണം. കൊന്നാൽ നീ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ തരും. ഒറ്റയടിക്ക് ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി സഅദ് ചെയ്തൊരു തന്ത്രം, അദ്ദേഹത്തിന്റെ ചാട്ടുളിയിൽ വിഷം പുരട്ടി. ആ ചാട്ടുളി മറഞ്ഞു നിന്നെറിഞ്ഞ് അതിന്റെ വേദനയിൽ മരിച്ചിട്ടില്ലെങ്കിൽ വിഷം കയറി മരിക്കട്ടെ എന്ന് കരുതി വിഷം പുരട്ടിയ ചാട്ടുളിയുമായി സഅദ് ബിൻ മുആദ് കാത്തിരുന്നു മിസ്അബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഈത്തപ്പനയുടെ മറവിൽ. നേരം വെളുത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ ചുവട്ടിലെത്തി. അന്ന് വന്നിരിക്കുന്ന 100 കണക്കിന് സഹാബാക്കൾക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ സഅദ് ബിൻ മുആദിന്റെ കയ്യിലുള്ള ആ ചാട്ടുളി വിറയ്ക്കാൻ തുടങ്ങി. പലതവണ ചാട്ടുളി എടുത്തെറിയാൻ നോക്കി, പക്ഷെ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ മിസ്അബിന്റെ വായകളിലൂടെ വന്ന, ചുണ്ടുകളിലൂടെ വന്ന ഖുർആനിന്റെ മാധുര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കി. അന്ന് വൈകുന്നേരം അദ്ദേഹം കൊല്ലാൻ പറ്റാതെ തിരിച്ചു നടന്നു. കണ്ടു നിൽക്കുന്ന ശത്രുക്കൾ ചോദിച്ചു, എന്തേ സഅദ്, കൊന്നില്ലേ? താങ്കളല്ലേ എളുപ്പത്തിൽ കൊല്ലാമെന്ന് വാക്ക് തന്നു പോയത്? താങ്കൾക്ക് എന്തേ മിസ്അബിനെ കൊല്ലാൻ മടിയാണെങ്കിൽ പറ, ഞങ്ങൾ ആളെ വേറെ നിർത്തും. സഅദ് ബിൻ മുആദ് തിരിച്ചു പറഞ്ഞു, നാളെ എന്റെ ചാട്ടുളി മിസ്അബിന്റെ നെഞ്ചു തുളയ്ക്കും. പിറ്റേന്നും വന്നു. അന്നും മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ഓത്ത് കേട്ടു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അന്നും ആ ചാട്ടുളി എടുക്കാൻ പറ്റാതെ സഅദ് ബിൻ മുആദ് തിരിച്ചു നടന്നു. 3-ാമത്തെ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിഷം പുരട്ടിയ ചാട്ടുളി മദീനയിലെ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് സഅദ് ബിൻ മുആദ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അബായതുക ബിൽ ഇസ്ലാം. മോനെ മിസ്അബേ, ഇത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ ഖുർആനെങ്കിൽ, ഇത്ര മഹാന്തരമാണ് പടച്ച റബ്ബെങ്കിൽ, എനിക്ക് ആ മുഹമ്മദിന്റെ മാർഗം മതി. ഞാൻ ആ മുഹമ്മദിനെ കാണാൻ ആഗ്രഹിക്കുന്നു.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ അരികിലേക്ക് അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഅദ് ഇബ്നു മുആദ് കയറി ചെല്ലുമ്പോൾ 30 വയസ്സാണ്. 30 വയസ്സേ ഉള്ളൂ അന്ന് സഅദ് ഇബ്നു മുആദിന്. കയറി ചെന്ന് റസൂലുള്ളാന്റെ കൈ ഇങ്ങനെ പിടിച്ച് കണ്ണ് നിറഞ്ഞ് കരയുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹ് അങ്ങനെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് 35 കൊല്ലം, അഥവാ 5 വയസ്സ് വരെ 5 കൊല്ലം മാത്രമേ പിന്നീട് സഅദ് ഇബ്നു മുആദ് ജീവിച്ചിട്ടുള്ളൂ. 30-ാം വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. 33-ാമത്തെ വയസ്സിലായിരുന്നു ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു. ബദറിൽ 900 ശത്രു സൈന്യത്തെ മറുഭാഗത്ത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒന്ന് ആദ്യം ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാട് റസൂലുള്ളാന്റെ മുഖത്ത് കണ്ടപ്പോ, അഥവാ എന്ത് ചെയ്യണം എന്ന് തിരുദൂതൻ സംസാരിച്ച് സഹാബത്തിനോട് അഭിപ്രായമെടുക്കുമ്പോ അന്ന് അൻസാരികളുടെ ഭാഗത്തെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ. സഅദ് ഇബ്നു മുആദിനെ അടുത്തേക്ക് വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഅദേ, എന്ത് ചെയ്യണം? മുന്നോട്ട് പോണോ? ഒന്നുകിൽ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹ് കൽപ്പന നൽകിയിരിക്കുന്നു കച്ചവട സംഘം അല്ലെങ്കിൽ ഈ സംഘം. എന്ത് ചെയ്യണം സഅദേ? താങ്കളെയും കുട്ടി യുദ്ധത്തിന് മുന്നോട്ട് പോകുമ്പോ, എന്റെ കൂടെ പോന്ന മുഴുവൻ പേരും കൊന്നൊടുക്കപ്പെടുമ്പോ നാളെ മദീനക്കാരൊരിക്കലും പറയാൻ പാടില്ല മുഹമ്മദ് കൂട്ടിക്കൊണ്ടുപോയി കൊലക്ക് കൊടുത്തു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് സഅദേ, എന്ത് ചെയ്യണം? മുന്നോട്ട് പോണോ? അന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ബദറിന്റെ മണൽത്തരികളിൽ പോലും കോരിത്തെരിപ്പിച്ച ആ മറുപടി ഇങ്ങനെയായിരുന്നു, റസൂലേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല അവിടെ കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് കഴുകന്മാര് മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ ആ സമയം വരെ താങ്കളുടെ മുന്നിൽ ഈ സഅദ് ഉണ്ടാകും. എന്റെ തലക്ക് അല്ലെങ്കിൽ എന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണുന്നില്ലെങ്കിൽ താങ്കൾ ഓടിക്കോ നബിയെ, എന്റെ അവസാനത്തെ പ്രാണന്റെ ശ്വാസം പിടയുന്നത് വരെ നിങ്ങളെ ഞാൻ കാക്കും നബിയെ എന്ന വാക്ക് കേട്ടപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മനസ്സറിഞ്ഞ് ചിരിച്ച് സഅദ് ഇബ്നു മുആദിനെ കെട്ടിപ്പിടിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്.